Hi Cadets and welcome back to my channel. Cadets 2026 Indian Navy musician notification out ആയിരിക്കുകയാണ്. 10th ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. 10th ക്ലാസ്സിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മ്യൂസിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, എന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഫുൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ ഒത്തിരി കുട്ടികളുണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവരും, അതേപോലെ തന്നെ അവരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടെ എവിടെ ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്, അവരുടെ കയ്യിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2026 10th ക്ലാസ് പാസ്സായ ഒരു കേഡറ്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ മ്യൂസിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഔട്ടായത്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നിങ്ങളിവിടെ കാണുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അൺമാരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. അൺമാരിഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അഗ്നിവീറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വേക്കൻസിയും വരുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എപ്പോൾ സ്റ്റാർട്ട് ആകും. കുട്ടികളെ 11th ഏപ്രിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ സേവ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മ്യൂസിക്കൽ എബിലിറ്റി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് ഡേറ്റ് 26th ഏപ്രിലാണ്. ഇത്രയും ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലായി. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എപ്പോഴാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്, അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗ്നിവീർ MR മ്യൂസിഷ്യൻ ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഇൻടേക്ക് ഏതാണ്? 02/2026 ഇൻടേക്ക് ആണ്. ക്ലിയർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, 10th ക്ലാസ് പാസ്സായിരിക്കണം. എന്താണ് 10th ക്ലാസ് പാസ്സായിരിക്കണം, പിന്നെ ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം, എന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും എന്തായാലും 50% എബോവ് ഉണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്, ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഏജ് ലിമിറ്റ്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ ഏജ് 1 ജൂലൈ 2004 31 ഡിസംബർ 2008 ഇടയിലാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിൽ ഈ വർഷത്തിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയാണ് മ്യൂസിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. കുട്ടികളെ നോക്കൂ, ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഓൺലൈൻ ത്രൂ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ഇന്ത്യൻ നേവി. ആ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഫസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 10th ക്ലാസ്സിൽ നിങ്ങൾ എത്ര മാർക്കാണോ നേടിയിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മ്യൂസിക് എന്നൊരു ഫീൽഡുമായിട്ട് ഏത് രീതിയിലാണോ സർട്ടിഫിക്കറ്റ് ഉള്ളത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ലെവലിലായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 10th ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഉള്ളത് അതനുസരിച്ച്, സെക്കൻഡ് നിങ്ങളുടെ കയ്യിൽ മ്യൂസിക് എന്നൊരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണോ ഉള്ളത് അതനുസരിച്ചിട്ട്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് സിംഗിങ് അറിയാമെങ്കിൽ, അതായത് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ട്രേഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഗ്നിവീർ MR എന്നൊരു ട്രേഡാണിത്. ഈ ഒരു ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ് ആണ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 13 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങോട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. ക്ലിയർ ആയല്ലോ? ഇൻസ്ട്രുമെൻ്റ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ, കീബോർഡ്, സ്ട്രിങ്, വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഓർ എനി അതർ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇന്ത്യൻ ഓർ ഫോറിൻ ഒറിജിൻ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ആ ഒരു സ്കില്ലുള്ളതെന്ന് നോക്കിയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ?
ഫസ്റ്റ് സിംഗിങ്, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ അറിയാമെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് സർട്ടിഫിക്കറ്റ്, മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങളിപ്പോൾ സിംഗിങ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ആ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്കാണ്, ഫേക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ട് ഫോം അങ്ങ് ഫില്ല് ചെയ്യും. പക്ഷേ അവരറിയുന്നില്ല അവിടെ ചെന്നിട്ട് മ്യൂസിക്കൽ എബിലിറ്റി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടായിക്കൊണ്ട് പോകരുത്. നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക, എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയാലോ? സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂസിഷ്യൻ എന്ന് വളരെ ക്ലിയർ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ മെൻഷനും ചെയ്തിട്ടുണ്ട്. റിട്ടൺ എക്സാം സിമ്പിളാണ്. 50 മാർക്കിൽ 13 മാർക്ക് നേടിയാൽ മതി. ഫിസിക്കൽ ആദ്യം പാസ്സാവണം. എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഫോം ഫില്ല് ചെയ്തിട്ട് സ്റ്റേജ് 1 പാസ്സായി, പിന്നെ സ്റ്റേജ് 2 അവിടെ ചെന്ന് ഫിസിക്കലും പാസ്സായി, റിട്ടേണും പാസ്സായി, സ്കിൽ ടെസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഓരോ പോയിന്റും. ക്ലിയർ? നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് റിപ്യൂട്ട്, അതായത് ഏതെങ്കിലും റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ആണ് ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക് ലണ്ടൻ, റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണെങ്കിലും വിൽ ബി മാൻഡേറ്ററി ഫോർ കാൻഡിഡേറ്റ് പെർഫോമിംഗ് വെസ്റ്റേൺ നോട്ടേഷൻ ഓർ വെസ്റ്റേൺ മ്യൂസിക് ഓർ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ, ഫോറിൻ ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കുക, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എവിടെയാണോ പഠിച്ചത്, ധൈര്യമായിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ മ്യൂസിക് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യണം. സിംഗിങ് ആണോ അതോ ഇൻസ്ട്രുമെന്റിലാണോ, അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് നോക്കാം, സെലക്ഷൻ പ്രോസസ്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ഇടും. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും. അതിന് മുന്നേ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യണം കേട്ടോ കുട്ടികളെ. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ സെലക്ട് ആയെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഫിസിക്കലാണ്. ഫിസിക്കൽ പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങൾ റിട്ടേൺ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മ്യൂസിക് എബിലിറ്റി ടെസ്റ്റ് ആണ്. അതിനുശേഷം മെഡിക്കലാണ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2026 ജൂലൈ ആഗസ്റ്റോടെ തന്നെ നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും കേട്ടോ കുട്ടികൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫിസിക്കൽ ഇവന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ഫിസിക്കൽ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റേജ് 1 ഇല്ല. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നേവി MR SSRന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റേജ് 1 പാസ് ആകണം, പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരും, പിന്നെ നിങ്ങൾ സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യണം. ഇവിടെ നിങ്ങളെ ഡയറക്റ്റ് സ്റ്റേജ് 2ലേക്കാണ് വിളിക്കുന്നത്. ഇവിടുത്തെ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നേവി തന്നെ ആ ഒരു വർക്ക് ചെയ്യുകയാണ്, അതായത് ഷോർട്ട് ലിസ്റ്റിംഗ്. അതിനുശേഷം പിന്നെ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേജ് 2ലേക്കാണ് വിളിക്കുന്നത്. സ്റ്റേജ് 2ൽ വരുന്ന ആദ്യത്തെ ഈവന്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. മെയിൽ കേഡറ്റ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ റൺ 6 മിനിറ്റ് 30 സെക്കൻഡ്, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ്, പിന്നെ സ്ക്വാഡ്സ്, പുഷപ്പ്, ബെൻഡ് നീ, സിറ്റപ്പ്, ഇത്ര ഈവന്റ് ആണ് വരുന്നത്. ഫിസിക്കൽ പാസ്സാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ആണ് എക്സാം. എക്സാം സെയിം MRന്റെ സിലബസ് ആണ്. നിങ്ങൾ MRന് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പാസ്സാകാൻ പറ്റും. കാരണം എന്താണ്? നിങ്ങൾ അവിടെ 13 മാർക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. എന്താണ് കുട്ടികളെ? എക്സാമിൽ 50 മാർക്കിൽ നിങ്ങൾ 13 മാർക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. ക്ലിയർ? ഇത്രയും മാർക്ക് എന്തായാലും എല്ലാവർക്കും നേടാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. അൺ ഡിഫൻസ് അക്കാഡമിയിലെ നേവി MRന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. സെയിം സിലബസ് തന്നെയാണ്, സെയിം എക്സാം പാറ്റേൺ ആണ്. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ഇവന്റ് വരുന്നത് എന്താണ്? മ്യൂസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ക്വസ്റ്റ്യൻ എക്സാമിന് 50 ആണ് വരുന്നത്, മാർക്ക് 50 ആണ്, ടൈം 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സിൻ്റെ എക്സാം ആണ്, വെറും 30 മിനിറ്റിൻ്റെ എക്സാം ആണിത്. ക്ലിയർ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന ഏപ്രിൽ 11 മുതലാണ്. എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ ആണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടിയും അതേപോലെ തന്നെ വാട്സപ്പ് ചാനൽ കൂടിയും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. കുട്ടികളെ ഫൈനലി പറയാനുള്ളത്, ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ വരുന്ന ടോട്ടൽ ഫീസ് ആണ് 60+ GST ആണ്. കേഡറ്റ്സ് 2026 ഇന്ത്യൻ നേവിയുടെ SSR, MR, MAയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. SSR 4000, MR 2500, MA 4000. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാൻ ഡിഫൻസ് അക്കാഡമി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഇത്തവണ വേക്കൻസി കൂടുതൽ വന്നിട്ടുണ്ട്. 2 ഇൻടേക്കിലേക്കും കൂടി ഒരൊറ്റ എക്സാമാണ് വരാൻ പോകുന്നത്. ചാൻസ് മിസ് ചെയ്യരുത്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും ഫുൾ ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ?
ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ കുട്ടികളെ, ഇതാണ് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ അപ്ഡേറ്റ്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അല്ലെങ്കിൽ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഉള്ള ഡൗട്ട് ആണെങ്കിലും കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. ഒത്തിരി കുട്ടികളുടെ കയ്യിൽ മ്യൂസിക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവർക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.